ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കും. കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രോസിക്യൂഷന്റെ ഈ നീക്കം. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കോടതിയിൽ നിന്ന്. ശ്രീകാന്ത്, അല്പസമയത്തിനകം കോടതി കേസ് പരിഗണിക്കാൻ പോവുകയാണ്. എന്തൊക്കെയായിരിക്കും പ്രോസിക്യൂഷന്റെ നീക്കങ്ങൾ? മാപ്പപേക്ഷ, നിരുപാധിക മാപ്പപേക്ഷ ആയിരിക്കുമല്ലോ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ നടത്താൻ പോകുന്നതും. അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുമോ കോടതി എന്നത് ആ ഘട്ടത്തിലെ മനസ്സിലാകുമെങ്കിലും എന്തൊക്കെയായിരിക്കും സാധ്യതകൾ? രണ്ട് സാധ്യതയാണ് വിജയകുമാർ ഉള്ളത്. ഒന്നാമത്തേത് നിരുപാധികം മാപ്പപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത്. അതായത് ഈ വീഡിയോ ക്ലിപ്പ് കോടതി സമക്ഷം എത്തിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം ആവേശകരമായി നടത്തിയ ഒരു പ്രതികരണമുണ്ട്. റിമാൻഡ് തടവുകാരുടെ കാര്യങ്ങൾ കൂടി പഠിക്കുന്നതിനും പരിഗണിക്കുന്നതിനും വേണ്ടിയാണ് താൻ ഇന്നലെ കൂടി ജയിലിൽ സമയം ചെലവഴിച്ചത് എന്ന് പറഞ്ഞിരുന്നു. ആ വിഷയം, അതിൻ്റെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങളടക്കം ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിൽ ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നിരുപാധികം അപേക്ഷയാണുള്ളത്. കാരണം കോടതിക്ക് മുന്നിൽ തെളിവ് തന്നെ എത്തും. പക്ഷേ അല്പസമയം മുമ്പ് ബോബി ചെമ്മണ്ണൂർ തൃശ്ശൂരിൽ മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഉത്തരവ് എത്താൻ വൈകിയത് കൊണ്ടാണ് താൻ ഇറങ്ങാതിരുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അദ്ദേഹത്തോട് വിളിച്ച് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കാണും. അപ്പോൾ അദ്ദേഹത്തിന് കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടുണ്ടാകണം. അതിനാലാണ് അദ്ദേഹം ആ നിലപാട് മയപ്പെടുത്തിയത്. രണ്ട് തരം സ്റ്റാൻഡ് എടുക്കാം. ഒന്നാമത്തേത് നിരുപാധികം മാപ്പ് ഇനി ആവർത്തിക്കില്ല എന്നുള്ളത്. രണ്ടാമത്തേത് ഈ ഉത്തരവെത്താൻ ഒരല്പം താമസിച്ചു എന്നുള്ള കാര്യം കൂടി കോടതി ഒന്ന് അറിയിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഏത് വിധേനയും ഈ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ബോബി ചെമ്മണ്ണൂരും അഭിഭാഷകരും ഒക്കെ ശ്രമിക്കാൻ പോകുന്നത്. യെസ്, അല്പസമയത്തിനകം ആ കേസ് കോടതി വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് പ്രോസിക്യൂഷൻ ഈ പ്രതികരണങ്ങൾ കോടതിയിൽ ഹാജരാക്കും. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യങ്ങൾ അത് കോടതിയിൽ ഹാജരാക്കും. എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്ന് അല്പസമയത്തിനകം അറിയാം.